മനോജ് ടോക്സിലേക്ക് സ്വാഗതം. ഫ്രാൻസിൻ്റെ ഇടിമുഴക്കം, വികാരപരമായ തിരയിളക്കം. മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലെ പുൽത്തകിടിയിലെ ഇന്നലത്തെ സന്ധ്യ ഒരു കാവ്യമായി മാറുകയായിരുന്നു. ഓരോ ഫ്രഞ്ച് കാലടിയിലും ഒരു കിരീട സ്വപ്നത്തിൻ്റെ മോഹമുണ്ടായിരുന്നു. ഓരോ പാസിലും ഒരു ചരിത്രത്തിൻ്റെ ഭാരമുണ്ടായിരുന്നു. ദശാംസ് എന്ന ധീരയോദ്ധാവ് തൻ്റെ പടയെ ഒരിക്കൽ കൂടി ഒരു യൂറോപ്യൻ കോട്ട തകർക്കാൻ നിയോഗിക്കുന്നു. അത് വിജയത്തിലേക്ക് എത്തിച്ചേരുന്നു. എംബാപ്പയുടെ ഇരട്ട ഗോളുകൾ, ഒന്ന് ആദ്യ പകുതിയിലും മറ്റൊന്ന് രണ്ടാം പകുതിയിലും. എന്തൊരു വേഗതയാണ് അദ്ദേഹത്തിൻ്റെ കളിക്ക്! അതായത് ശാന്തതയും അതേസമയം കൊടുങ്കാറ്റിൻ്റെ വേഗതയും നിശ്ചയിച്ചുറപ്പിച്ച ഷോട്ടുകൾ. ഒന്ന് ആദ്യം തന്നെ ഗോൾ പോസ്റ്റിൽ എത്തിച്ചെങ്കിലും അത് ഓഫ് സൈഡും ആയി മാറുകയായിരുന്നു. അതിൻ്റെ നിരാശയിൽ തന്നെയാണ് അദ്ദേഹം തൻ്റെ രണ്ടാമത്തെ ഗോളിനായിട്ടുള്ള ശ്രമം തുടങ്ങിയത്. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഈ ലോകകപ്പിൽ മെസ്സിക്കൊപ്പം 6 ഗോളുകൾ നേടിക്കഴിഞ്ഞു അദ്ദേഹം. അതുപോലെ തന്നെ 19 ഗോൾ എന്ന മെസ്സിയുടെ നേട്ടത്തിന് തൊട്ട് പിറകെ 18 ഗോളുകൾ 18 കളികളിൽ നിന്ന് അദ്ദേഹം നേടിക്കഴിഞ്ഞു. അതുപോലെ അദ്ദേഹത്തിൻ്റെ കളിയെ എന്ത് പറഞ്ഞാണ് വിശേഷിപ്പിക്കുക? ഒരു മിസ്റ്റർ വേൾഡ് കപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് എംബാപ്പയെ വിളിക്കാവുന്നതാണ്. കാരണം കളിച്ച എല്ലാ വേൾഡ് കപ്പ് നോക്കൗട്ടിലും ഗോൾ നേടിയ ഏക കളിക്കാരനാണ് കിലിയൻ എംബാപ്പെ, അല്ലെങ്കിൽ കിടിലൻ എംബാപ്പെ. മറ്റൊരു കളിക്കാരൻ മൈക്കൽ ഒലീസെ, ബയോൺ മ്യൂണിക്കിൻ്റെ കഴിഞ്ഞ വർഷത്തെ കുന്തമുന. അദ്ദേഹത്തിൻ്റെ ഒരു അക്രോബാറ്റിക് ബൈസിക്കിൾ കിക്ക് സ്വീഡിഷ് ഗോളി തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും മനോഹരമായ ഒരു ഗോളായി അത് മാറുമായിരുന്നു. പക്ഷേ മൈക്കൽ ഒലീസ നിരാശനായില്ല. തൻ്റെ ഈ ലോകകപ്പിലെ 5ാമത്തെ അസിസ്റ്റും നൽകി അദ്ദേഹം ചരിത്രത്തിനോട് അടുക്കുകയാണ്. ബ്രാഡ്ലി ബാർക്കോള യുവത്വത്തിൻ്റെ ഊർജവും അതുപോലെ പ്രസരിപ്പും തൻ്റെ കാലുകളിലേക്ക് ആവാഹിച്ച് മനോഹരമായ ഒരു ഗോളിലൂടെ ഫ്രാൻസിന് വലിയ സംഭാവനയാണ് അദ്ദേഹം നൽകിയത്. പ്രതിരോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ വില്യം സാലിബ, കുണ്ടെ, അതുപോലെ ഉപാമെക്കാനോ, ദീഞ്ഞെ എന്നിവർ ഉരുക്ക് കോട്ടയായിട്ട് തന്നെ നിന്നു. ഇസഹാക്കിൻ്റെ വേഗതയും ജിയോറേസിൻ്റെ കരുത്തും അവർക്ക് മുന്നിൽ നിഷ്ഫലമായി മാറി. അതുപോലെ മധ്യനിരയിൽ ചൗമേനിയും റാബിയോട്ടും സ്വീഡൻ്റെ ആക്രമണങ്ങളെ, ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അതിനെ ഞെരിച്ചു കൊല്ലുന്നത് പോലെ സ്വീഡിഷ് ആക്രമണങ്ങളെ ഞെരിച്ചു കളഞ്ഞു. ഗോൾ കീപ്പർ സെറ്റർസ്ട്രോമിൻ്റെ 9 സേവുകളാണ് അദ്ദേഹം ഈ കളിയിൽ നടത്തിയിട്ടുള്ളത്. ഈ 9 സേവുകളുള്ള ഇല്ലായിരുന്നുവെങ്കിൽ സ്വീഡൻ്റെ തകർച്ച ഇതിലും പരിതാപകരമായിരുന്നു.